നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തുംകുളം. ഞങ്ങളിപ്പോൾ ഈ വീഡിയോയുമായി വരുന്നത് നമ്മുടെ നാട്ടിൽ വീട് എന്ന് പറഞ്ഞാൽ ഓരോ കുടുംബത്തിൻ്റെ ഡ്രീമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ വീട് ഡ്രീം കിട്ടുന്നത് ആളുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ഐദർ ഡയറക്റ്റ് കൺസ്ട്രക്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു ബിൽഡറിനെ അപ്രോച്ച് ചെയ്യും, ഇല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറിനെ അപ്രോച്ച് ചെയ്യും, ഇല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള പോലെ നൂതനമായിട്ടുള്ള സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ കിട്ടുന്ന CDPPMC മോഡലിൽ കൂടെ ആളുകൾ ബിൽഡ് ചെയ്യും. ഇങ്ങനത്തെ കുറേ സോഴ്സസ് ഒക്കെയാണ് നമ്മുടെ മുമ്പത്തുള്ളത്. അപ്പോൾ അത് ഏതാണോ നിങ്ങളുടെ കുടുംബത്തിന് നന്നായിരിക്കാമെന്നും ഡയറക്റ്റ് കിട്ടുകയാണെങ്കിലും ഒക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും ജനറലായിട്ട് ബ്രീഫ് ചെയ്യുക. ബിക്കോസ് വീട് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഹെർക്കുലിയസ് ആയിട്ടൊരു ടാസ്ക് ആയിട്ടാണ് ആളുകൾക്ക് വരുന്നത്, വല്ലാത്തൊരു മനസ്സുമുട്ട് വരികയാണ്. അപ്പോൾ ഇത് വളരെ ഹാസിൽ ഫ്രീ ആയിട്ടും വളരെ സ്മൂത്തായിട്ടും നമ്മുടെ പൈസയോ ബാക്കിയുള്ള എവിടെയോ ഒന്നും പെടാതെയും നമുക്ക് നല്ല വാല്യൂ ഉള്ള ഒരു പ്രോപ്പർട്ടി നമ്മുടെ കുടുംബത്തിനാവുകയും ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള പ്രാക്ടിക്കൽ ഗ്രൗണ്ട് എക്സ്പീരിയൻസ് ഉള്ള വിസ്ഡം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയുമായി വരുന്നത്. യെസ്, ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്, സമയമെടുക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് അതിൻ്റെ ഒരു ഇൻടെക്സ് ഒന്ന് സൂചിപ്പിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയും എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റൈറ്റ്, ഇൻഡെക്സ് നമ്പർ 1 ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വീട് കിട്ടുകയാണെങ്കിൽ ആദ്യം വേണ്ട അതിൻ്റെ ആ വീടിൻ്റെ സ്ഥലം വാങ്ങിക്കുന്ന ഡോക്യുമെൻറ്റേഷൻ, സ്ഥലവും സ്ഥലത്തിൻ്റെ ആധാരങ്ങൾ അതിനെ പറ്റിയിട്ട്. രണ്ടാമത്തെ, ഹൗസിംഗ് ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ എങ്ങനെയാണ് കിട്ടുമെന്നുള്ളത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രീം, നമ്മളുടെ ഡ്രീമാണല്ലോ അവിടെ വരേണ്ടത്, ഡീകോഡ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. ആ ഡ്രീം എങ്ങനെ ഡീകോഡ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്യുക. നാലാമത്തെ, നമ്മുടെ കസ്റ്റമൈസേഷൻ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ആ വീടിന് നമ്മുടെ വീട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റണം വേണ്ടേ. അഞ്ചാമത്തെ, ഫ്ലോർ പ്ലാൻ, എന്തിനാണിത്, വേണോ വേണ്ടയോ. ആറാമത്തെ, എലിവേഷൻ, വീടിൻ്റെ എലിവേഷന് വലിയ പ്രാധാന്യം ഉണ്ടോ, അത് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത്. ഏഴാമത്തെ, സ്ട്രക്ചറൽ ഡ്രോയിങ്, എന്താണ് ഈ സ്റ്റീൽ സ്ട്രക്ചറൽ ഡ്രോയിങ് എന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ചെയ്യാം. പിന്നെ MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രോയിങ്ങും അതിൻ്റെ BOQും അത് വേണോ വേണ്ടേ. അടുത്ത ഡീറ്റെയിൽഡ് ലേബർ എസ്റ്റിമേറ്റ്, അടുത്ത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽ എസ്റ്റിമേറ്റ്. പിന്നെ ഒരു വീട് ഒരാൾ കെട്ടുകയാണെങ്കിൽ അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റോറി അത് കെട്ടുന്ന ആളൊക്കെ അറിയേണ്ടതുണ്ടോ, അറിഞ്ഞാൽ എന്താണ് ഗുണം, അറിയാതെ എന്താണ് ഗുണം. അടുത്തത് മെറ്റീരിയൽ സോഴ്സിങ്, അതായത് മെറ്റീരിയൽ സോഴ്സിങ്, കോൺട്രാക്ട് കൺസൾട്ടൻറ്റിൻ്റെ സോഴ്സിങ്, വർക്കേഴ്സിൻ്റെ സോഴ്സിങ് ഒക്കെ എങ്ങനെ ചെയ്യണം. 12ാമത്തെ പോയിന്റ്. 13ാമത്തെ പോയിന്റ്, കൺട്രോൾ ഓഫ് മെറ്റീരിയൽസിൻ്റെ മുകളിൽ ക്ലയൻറ്റിന് എന്ത് കൺട്രോൾ വേണം, മെറ്റീരിയൽസിൻ്റെ മുകളിൽ, മെറ്റീരിയൽസിൻ്റെ വർക്കേഴ്സിൻ്റെ മുകളിൽ. 14ാമത്തെ പോയിന്റ് പറഞ്ഞാൽ പേയ്മെൻറ്റിൽ എന്ത് കൺട്രോൾ ക്ലയൻറ്റിന് വേണം. അടുത്തത് സൂപ്പർ കൺട്രോൾ, ഈ പ്രോജക്റ്റിൻ്റെ മുകളിൽ എങ്ങനെയാണ് ക്ലയൻറ്റ് കൺട്രോൾ ചെയ്യുക, എങ്ങനെ കൺട്രോൾ വേണോ വേണ്ടയോ. അടുത്തത്, ഈ പ്രോജക്റ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തെടുത്തു എന്നതിന് ശേഷം ഇതിൻ്റെ ഓഡിറ്റ്, അതായത് 10 സ്വിച്ച് വാങ്ങി 10 സ്വിച്ച് അവിടെ വെച്ചിട്ടുണ്ടോ, 50 സിമെൻറ്റ് വാങ്ങി സിമെൻറ്റ് അവിടെ ഇട്ടിട്ടുണ്ടോ, അത് ആരെയും എടുത്തിട്ട് പോയോ, അത് കട്ട പിടിച്ചു, ഈ ഓഡിറ്റ്. അടുത്തത്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് വേണ്ടേ, നിർബന്ധമായി കൊണ്ടും. നമ്മുടെ വീടുകളൊക്കെ നമുക്കറിയാം ഒരുപാട് കാലങ്ങൾ നിൽക്കണമെങ്കിൽ അതിൻ്റെ പീരിയോഡിക്കൽ മെയിൻ്റെനൻസും എല്ലാം നമ്മൾ ചെയ്തു പോകണം. ഇങ്ങനെ 17 പോയിന്റുകളിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ 17 പോയിന്റുകളിലും ഇപ്പോൾ എന്താണ് നടക്കണമെന്നും ഞങ്ങൾ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ റിസർച്ച് ടീം എന്ത് കണ്ടെത്തിയതും അതിൽ എന്ത് ഗുണമാണ് ക്ലയൻസിന് കിട്ടുക എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവൻ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ സർവീസ് എടുക്കാം. ഇല്ലെങ്കിലോ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റായിട്ട് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഐഡിയ കൃത്യമായിട്ട് കിട്ടും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഓൾറൈറ്റ്, അതായത് ഫസ്റ്റ്, ഡോക്യുമെൻറ്റേഷൻ. ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമുക്കറിയുന്ന പോലെ അത്ര അറിവ് കുറവുള്ള ആളുകളുടെ അടുത്ത് നിന്ന് പോയിട്ടൊരു ഡോക്യുമെൻറ്റ്സ് അങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ട് അങ്ങനെ രജിസ്റ്റർ ചെയ്യല്ല വേണ്ടത്, അല്ലെങ്കിൽ ബാങ്കിൽ പോവുക കൊണ്ടുപോയി കൊടുക്കുകയല്ല വേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണമെങ്കിൽ അവിടെ നിന്ന്, അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബാങ്കിൻ്റെ, നാഷണലൈസ് ബാങ്കിൻ്റെ പാനലിലുള്ള സീനിയർ ആയിട്ടുള്ള ലീഗൽ അഡ്വൈസറുടെ അടുത്ത്, ലീഗൽ അവരുടെ അടുത്ത് എന്തൊക്കെയാണ് ഒരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെയാണ് ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് വാങ്ങിക്കേണ്ടതെന്ന് ചെക്ക് ചെയ്ത് വാങ്ങി അത് പ്രകാരം അത് ക്ലയൻറ്റിൻ്റെ അടുത്ത് ഉണ്ടോ എന്നുള്ള വെരിഫൈ. ഇത് ആരെങ്കിലും ചെയ്യലുണ്ടോ? സത്യത്തിൽ ആരും ചെയ്യില്ല. ഭൂരിഭാഗം ആളുകളും പ്ലോട്ട് ഓണറിൻ്റെ അടുത്ത് കുറേ ഫോട്ടോസ്റ്റാറ്റ് കെട്ടി വാങ്ങി നേരെ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ ബാങ്കിൻ്റെ വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുക. എന്നിട്ട് കുറേ അതിൻ്റെ പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടുക. അല്ലെങ്കിൽ കയ്യിൽ പൈസ ഉള്ളവരാണെങ്കിൽ പൈസ കൊടുത്ത് സുമാർ ഒരു സ്ഥലം വാങ്ങിക്കുക. എന്നിട്ട് നാളെ പിന്നീട് അത് ഭാവിയിൽ ബുദ്ധിമുട്ട് വരില്ല പതിവുണ്ട് ഭൂരിഭാഗം ആളുകൾ. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ വളരെ സിമ്പിളായിട്ട് ഞങ്ങളുടെ സിസ്റ്റത്തിനകത്ത് കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കണ്ടെത്തിയിട്ടുള്ള R&Dയിൽ കൂടെ കണ്ടെത്തിയിട്ടുള്ള സോഴ്സാണത്, മെത്തേഡാണ്. അതായത് നല്ല ലീഡിങ് ആയിട്ടൊരു ബാങ്കിൻ്റെ ഒരു പാനൽ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് റിക്വയർമെൻ്റ് ഒരു പ്ലോട്ടിൻ്റെ മുഴുവൻ വാങ്ങി അത് മുഴുവൻ ചെക്ക് ലിസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് അത് ആ വക്കീലിൻ്റെ അടുത്തോട്ട് കൊടുത്ത് ഒരു മാർക്കറ്റബിൾ ടൈറ്റിലാണെന്നുള്ള ലീഗൽ ഒപ്പീനിയൻ എഴുതി വാങ്ങിയതിന് ശേഷം മുന്നോട്ട് പോവുകയാണ്. റൈറ്റ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഐദർ നിങ്ങൾ ഈ വിഷയം മുഴുവൻ പഠിച്ച് നിങ്ങൾക്ക് ഡയറക്റ്റും ചെയ്യാം, ഇല്ലെങ്കിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ഈ സർവീസ് മുഴുവൻ വളരെ നോമിനലായിട്ടുള്ള കോസ്റ്റിന് പ്രൊവൈഡ് ചെയ്യണം. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. ക്ലിയർ ആയോ ഡോക്യുമെൻറ്റേഷൻ്റെ പാർട്ട്? റൈറ്റ്. ഇനി നമ്പർ 2, ഒരു ഹൗസിംഗ് ലോൺ എങ്ങനെ എടുക്കുക. സാധാരണ ഹൗസിംഗ് ലോൺ എങ്ങനെ എടുക്കുക, എനിക്ക് ലോൺ കിട്ടുകൊണ്ട് അങ്ങനെ ആളുകൾ ബാങ്കിൽ പോവുക ചോദിക്കുക. അപ്പോൾ ഈ ഒരു ലോണിന് വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ട് ബാങ്കിൻ്റെ അകത്ത് അവർക്കും ഈ ആളിനെ പഠിപ്പിക്കാനും ട്രീറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുമല്ലോ ഉണ്ട്.
ചില ഒരുപാട് ആളുകൾക്ക് ബാങ്കിൽ ലോൺ കിട്ടാൻ സ്കോപ്പുള്ള ആളുകൾക്ക് അവിടുത്തെ ഹഡിൽസ്, ബിക്കോസ് അതൊക്കെ പഠിച്ചു വരണ്ടേ, ആ പഠിച്ചു വരാനുള്ള ക്ഷമ കുറവുകൊണ്ട് ആളുകൾക്ക് ലോൺ കിട്ടാതെയും ബുദ്ധിമുട്ടും വലിയ ഇത് ഭയങ്കരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഗ്രൗണ്ട് റിയാലിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ ക്ലയൻസിന് ഞങ്ങൾ മനസ്സിലാക്കി, ഒരുപാട് ക്ലയൻസ് അങ്ങനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തപ്പോൾ ആ ക്ലയൻസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ R&D ഇട്ട് ഒരു തീരുമാനം ഉണ്ടാക്കി. എന്ത് കാര്യമാണെങ്കിലും, അതായത് ബാങ്ക് ഇരിക്കുന്ന ലോൺ കൊടുക്കാനാണ്. സർക്കാരിനും ആവശ്യപ്പെട്ടുള്ള എല്ലാവർക്കും നല്ല വീടുകൾ കിട്ടണം എന്നുള്ളതാണ്. പക്ഷേ റീപേയ്മെൻറ്റ് ബാങ്കിന് തിരിച്ചു പോകണം അല്ലേ? അപ്പോൾ റീപേയ്മെൻറ്റ് സോഴ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എവിഡൻ്റ് ആയിരിക്കണം ബാങ്കിന്, ക്ലിയർ ആയിട്ട്. ഇതാണ് ബാങ്കിന് വേണ്ടത്. അപ്പോൾ ഒരുപാട് കുറേ ആളുകൾ സെൽഫ് ജോബ് ഉണ്ട്, ചില ആളുകാർ ഗൾഫിൽ ജോബുണ്ട്, സാലറി കയ്യിൽ വാങ്ങിക്കണം, അല്ലെങ്കിൽ അക്കൗണ്ടുകൾ പ്രോപ്പറില്ല, അങ്ങനത്തെ കുറേ ഡിസ്ക്രിപ്പൻസികളുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ രണ്ട് തരത്തിൽ നമുക്ക് ഗവേൺ ചെയ്യാം. ഒന്നുകിൽ ആ ക്ലയൻറ്റ് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഞങ്ങൾ ഈ പറയുന്ന പോലെ മാനേജ് ചെയ്യാം, അല്ലെങ്കിലോ ഇതും നമ്മളുടെ അടുത്ത് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കൃത്യമായിട്ട് അത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഞാൻ എങ്ങനെയാണെന്നുള്ളത് സൂചിപ്പിക്കുകയാണ്. അതായത് ഒരു സെൽഫ് ഏൺ ചെയ്യുന്ന ഒരാളാണ്, ഒരു കോൺട്രാക്ട് വർക്കോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വല്ല വർക്ക് ചെയ്യുന്ന ആളോ അങ്ങനെ വല്ലതൊക്കെ ആൾ, അല്ലെങ്കിൽ അഗ്രികൾച്ചറിസ്റ്റൊക്കെ ആണെങ്കിൽ അവർക്ക് അവൻ്റെ വരുമാനങ്ങൾ പൈസകൾ മുഴുവൻ ബാങ്കിൽ കൂടെ തന്നെ വരുത്തിയെടുക്കുക ഒരു വരുമാനങ്ങൾ. എന്നതിന് ശേഷം ഒരു മാസത്തിൽ ഒരു 50,000 രൂപയോ 1,00,000 രൂപ അവർക്ക് ഇൻകം ഉണ്ടെങ്കിൽ ആവറേജ് ഒരു വർഷത്തിൽ അപ്പോൾ 1,00,000 രൂപ ഇൻകം ഉള്ള ആൾക്ക് 12,00,000 രൂപ ഇൻകം ഉണ്ടാവും അല്ലേ? 50,000 ഉള്ള ആൾക്ക് 6,00,000 രൂപ ഇൻകം ഉണ്ടാവും, അല്ല 40 ഉള്ള ആൾക്കാർക്ക് എത്രയാണോ അത്. ആ ഇൻകം ഫാമിലിയുടെ ഇൻകം, ആ ഇൻഡിവിജ്വലിൻ്റെ ഇൻകം എടുത്തിട്ട് ഇൻഡിവിജ്വലിൻ്റെ ഇൻകത്തിൽ ഇൻഡിവിജ്വലിന്, അതായത് ഒന്നിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ശമ്പളം വരുന്നവരാണെങ്കിൽ ബാങ്കിൽ കൂടെ ആയിരിക്കും അവർ ശമ്പളം, സാലറി വരുന്നത്, സാലറി സ്ലിപ്പും സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടാകും, അവർക്ക് ലോൺ കൃത്യമായിട്ട് കിട്ടും. അതല്ലാത്ത വിഭാഗത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതല്ലാത്ത വിഭാഗമാണെങ്കിൽ അവർക്ക് അവൻ്റെ വരവ് പൈസകൾ മുഴുവൻ ഡീലിംഗ് മുഴുവൻ ബാങ്ക് അക്കൗണ്ടിൽ കൂടെ ആക്കുക. എന്നതിന് ശേഷം എത്ര രൂപ വരുമാനം ഉണ്ടെന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ആ വരുമാനത്തിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള, അതായത് 30,000 രൂപ മാസം വരുമാനം ഉണ്ടെങ്കിൽ 3,60,000 രൂപ വർഷത്തിൽ ഇൻകം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇൻകം ഡിക്ലെയർ ചെയ്തിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യാം. റൈറ്റ്, 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൽ കൺസിഡർ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ക്ലിയർ ആയോ ഈ മെത്തേഡിൽ? അപ്പോൾ അത് ആർക്ക്, നമ്മൾക്കിപ്പോൾ എന്ത് കച്ചവടമാണെങ്കിലും, ഇപ്പോൾ അതായത് ചെറിയൊരു ഷോപ്പാണ് നമ്മുടെ കയ്യിലുള്ളത്, ചെറിയൊരു കച്ചവടമാണ്, ഇപ്പോൾ ഒരു ദിവസം 1,000 രൂപ വരുമാനമുള്ളത്, എന്താണെങ്കിലും സെൽഫ് വർക്കേഴ്സിന് ആർക്ക് വേണമെങ്കിൽ ഈ മെത്തേഡിൽ ചെയ്താൽ ഈ 8%, 6%, 7% ഒക്കെ നാഷണലൈസ് ബാങ്കിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റിന് നമുക്ക് കിട്ടാൻ സാധ്യതയും. ഇതിന് പകരം ഇതറിയാതെ വലിയ പലിശകളൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ലോൺ വാങ്ങുകയും നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ പലിശ അടച്ച ആളുകൾ കളയുകയും ചെയ്യൽ പതിവുണ്ട്. അപ്പോൾ ഇതിനുള്ള പ്രോപ്പർ ഗൈഡൻസും മിതമായിട്ടുള്ള നിരക്കിൽ, മിതമായിട്ടുള്ള സംവിധാനത്തിൽ നിങ്ങളുടെ ഒരു കുടുംബാംഗങ്ങളെ പോലെ തരാനുള്ള സംവിധാനം സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്തുണ്ട്. അത് ഉപയോഗപ്പെടുത്താൻ വേണമെങ്കിൽ, ഇല്ല നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടെങ്കിലോ സൗകര്യം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യാം. ക്ലിയർ ആയ രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡ്രീം. ഒരു ക്ലയൻറ്റ് ഒരു വീട് വയ്ക്കുക എന്ന് പറയുന്നത് ലൈഫിൽ ഒരു വലിയ ആഗ്രഹമായിരിക്കും ഓരോ കുടുംബത്തിൻ്റെയും. അപ്പോൾ ഈ ഓരോ കുടുംബത്തിൻ്റെ ഈ ആഗ്രഹങ്ങൾ അവർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ആളുകളുടെ അടുത്ത് ഡിസ്കസ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെയുള്ള മെത്തേഡ് എങ്ങനെയാണ്? കോൺട്രാക്റ്റിങ് ടോട്ടൽ കോസ്റ്റിംഗ് മെത്തേഡാണ്. സ്ക്വയർ ഫീറ്റ് 2,000 രൂപ, 2,500 രൂപ, അല്ലെങ്കിൽ 1,500 രൂപ എന്നൊക്കെ പണ്ടായിരിക്കും മെത്തേഡ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ ഈ ഡ്രീം ആർക്കാണ് ഉണ്ടാവുക? കോൺട്രാക്ടർക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ ബിൽഡർക്ക് ഉണ്ടാവുക. ബിൽഡർ ഒരു ഷേപ്പിൽ വരച്ച് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചെറിയ വല്ല ചേഞ്ചസ് വരുത്തി വെച്ചിട്ടുണ്ടാവും, അത് ഈ ക്ലയൻറ്റ് സഹിക്കണം എന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ ക്ലയൻറ്റിനാണെങ്കിലോ കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പണ കല്ല് മുതൽ പ്രയർ റൂം വരെ അവരുടെ മനസ്സിൽ ഡ്രീം ഉണ്ടാവും. അവർ വീട് ഉണ്ടാവില്ലേ? അപ്പോഴല്ലേ അതൊരു ഹോം ആവുള്ളൂ. ബിക്കോസ് ഹോം എന്ന് പറയുന്നത് നമ്മളെ റീചാർജ് ചെയ്യുന്ന സ്ഥലമാണ്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് ആളുകൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് പറയുമ്പോൾ ഹോമാണ് പറയുന്നത്. അപ്പോൾ അത്രയും നന്നായിട്ട് ആ ഹോമിനെ കസ്റ്റമൈസ് ചെയ്ത് അവർ ഡ്രീമിനനുസരിച്ച് ആക്കിയെടുക്കണ്ടേ. അപ്പോൾ ആ ഡ്രീമിനെ ഡീകോഡ് ചെയ്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പണ്ടൊക്കെ പറ്റുമായിരുന്നു. എല്ലാവരും സ്വന്തമായിട്ട് വീട് കിട്ടുമായിരുന്നു നാട്ടിൽ ആൾക്കാരെ വിളിച്ചിട്ട്. ഇന്നത് പ്രായോഗികമായിട്ട് ഈ നേരത്തെ പറയുന്ന മാതിരി എല്ലാവർക്കും അത് അറിയാനും അതിനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതൊന്നുകിൽ നിങ്ങൾക്ക് ആളുകളുണ്ടെങ്കിൽ പഠിച്ച് ആ ഡ്രീമിനെ, നിങ്ങളുടെ ഡ്രീമിനെ കോംപ്രമൈസ് ചെയ്യാതെ മുഴുവൻ ഉപയോഗിച്ചിട്ടേ ചെയ്യാവൂ. അല്ലെങ്കിലോ അത് ഞങ്ങളുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പ് പോലെ, ബിക്കോസ് സാധാരണ കോൺട്രാക്റ്റുകളിൽ ആ മെത്തേഡ് ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ബിക്കോസ് അവർക്ക് നേരത്തെ പറഞ്ഞ മാതിരി അവരൊരു മെത്തേഡ് ഉണ്ടാവും, ആ മെത്തേഡിൽ നിന്ന് കൂടുതൽ നിങ്ങൾ ആ കസ്റ്റമൈസേഷൻ, ആ ചേഞ്ച് വേണം, ഈ ചേഞ്ച് വേണം, നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് മാറ്റിക്കൊണ്ടിരുന്നു. ബിക്കോസ് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ഫുൾ ഇത് കിട്ടില്ല. അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് പ്രൈസ് ഉണ്ടാവും. പിന്നെ നമ്മൾ മാറ്റുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് വർക്ക് കൂടുമ്പോൾ ഒരു ഇറിറ്റേഷൻ വരും, അല്ലെങ്കിൽ ഒരു കോസ്റ്റ് കൂടുതൽ ചോദിക്കും. ആ കോസ്റ്റ് കൂടുന്നതിന് ഒരു റേഷണാലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു മനസ്സിനൊരു വിഷമം വരും. അപ്പോൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യരുത് വീട്ടിൽ. അപ്പോൾ അതിന് ഞങ്ങൾ R&D ചെയ്തിട്ട് CDPPMC മോഡലിൽ കൂടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പ് കണ്ടുപിടിച്ചിട്ടുള്ള വഴിയാണ് എസ്റ്റിമേഷൻ മെത്തേഡ്. ബിക്കോസ് ഒരു എസ്റ്റിമേഷനേ കൊടുക്കണ്ടു. ബിക്കോസ് ആളുകൾക്ക് അറിയാം കളവും ചതിയില്ലാതെ
ഈ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി പറഞ്ഞാൽ 95% തന്നെ പറയാം. പെയിൻറ്റ് വാങ്ങുമ്പോൾ കമ്മീഷൻ, വയർ വാങ്ങുമ്പോൾ കമ്മീഷൻ, ടൈല് വാങ്ങുമ്പോൾ കമ്മീഷൻ, പൈപ്പ് വാങ്ങുമ്പോൾ, അങ്ങനെ എല്ലാ മേഖലകളിലും കമ്മീഷനും കളവുള്ള സ്ഥലമാണ്. അതില്ലാതായാൽ തന്നെ റൈറ്റ് പ്രൈസിന് ക്ലയൻറ്റിന് വീട് കിട്ടാൻ തുടങ്ങും, വീട് കെട്ടി ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരു എസ്റ്റിമേഷൻ മെത്തേഡ് എന്നുള്ള ട്രാൻസ്പെറൻറ്റ് മെത്തേഡിൽ പോകാൻ തീരുമാനിച്ചു. എസ്റ്റിമേഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് ഇഷ്ടത്തിനനുസരിച്ച് അവർ ഡ്രീമിനെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ. ഇനി നമ്പർ 4, കസ്റ്റമൈസേഷൻ. നേരത്തെ പറഞ്ഞതിനോട് ലിങ്ക് തന്നെയാണ് ഈ പോയിന്റ്. ആ ക്ലയൻറ്റിന് ആദ്യം വരുമ്പോൾ അവർക്കൊരു വീട് എന്നുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. പിന്നെ അവരുടെ ഒരു 3-4 ദിവസം ഒരു മാസത്തിനുള്ളൊക്കെ അവരുടെ വീടിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റ് അവർക്ക് ഇമാജിൻ ചെയ്ത് വരാൻ കഴിയും. ആ സമയമാകുമ്പോഴേക്ക് അയ്യോ അത് പറ്റില്ല, അത് പറ്റും, ഇത് പറ്റില്ല, അല്ലെങ്കിൽ അത് ചെയ്താൽ ഇത്ര കോസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലയൻറ്റിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥ പല സ്ഥലത്തും ഞങ്ങൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ, അല്ലെങ്കിൽ ക്ലയൻസിൻ്റെ അടുത്ത് നിന്ന് അവരുടെ ഫീലിംഗ് മനസ്സിലാക്കിയപ്പോൾ, ഞങ്ങൾ അതിൻ്റെ അകത്തും വളരെ കേസ് സ്റ്റഡി നടത്തിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ക്ലയൻറ്റിൻ്റെ ഡ്രീമിനെ ഡീകോഡ് ചെയ്യാതെ അവരെന്താണ്, അവരുടെ വരുമാനം എന്താണ്, അവരുടെ കുടുംബ പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കി. ആ പശ്ചാത്തലം ചില ആൾക്കാർ നല്ല കുടുംബ പശ്ചാത്തലം ഉണ്ടാവും, എന്നിട്ട് കുറച്ച് ചെറിയ വീട് വേണം, അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിൽ തൃപ്തിയില്ലാണ്ടാവും. അതേപോലെ തന്നെ ചില ആൾക്കാർ അവരുടെ കുടുംബ പശ്ചാത്തലത്തിനനുസരിച്ചല്ലാതെ ഓവർ ബഡ്ജറ്റിൽ വീട് കിട്ടാൻ പോയാലും അത് വീട് നമുക്ക് ഭാരമായി മാറും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അവരുടെ ഡ്രീമിനെ കറക്റ്റായിട്ട് സിങ്ക്രണൈസ് ചെയ്ത് നമ്മളുടെ ടീം അത് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു പ്ലാനിലേക്ക് നമ്മൾ പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി. റൈറ്റ്. സാധാരണ രീതിയിലോ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ഞങ്ങളടുത്തല്ല വരുന്നത്, നിങ്ങൾ നേരിട്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ വീട് എന്ന് പറയുന്നതിൻ്റെ അടുത്ത് സമാധാനവും സന്തോഷവും കിട്ടണമെങ്കിൽ പൂർണ്ണമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് നിങ്ങളുടെ ആംഗിളിൽ ചിന്തിച്ചുകൊണ്ടുള്ള ഒരു വീടാണ് നമ്മൾ ബിൽഡ് ചെയ്യാവൂ. അല്ലാതെ കോംപ്രമൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്നും അത് മനസ്സിൻ്റെ അകത്തൊരു ഒരു 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 ഫുൾഫിൽനെസ് കിട്ടാതെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കസ്റ്റമൈസേഷൻ അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതാണ് സൊല്യൂഷൻ. നിങ്ങൾക്ക് കേട്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് ഫ്ലോർ പ്ലാൻ. ഫ്ലോർ പ്ലാൻ നമ്മുടെ അവിടെ ഉണ്ടാവുന്നുണ്ട്. പ്ലാൻ വരയ്ക്കാൻ പറഞ്ഞു ഒന്നുകിൽ ഒരു ആശാരിമാരായിരിക്കും ഒരു പേപ്പറിൽ വരച്ച് തരും, അല്ലെങ്കിൽ ഡോർ അവിടെ ഇവിടെയൊക്കെ എല്ലാം ഉണ്ടാവും ക്ലിയറായിട്ട്. അവർക്ക് അതിൻ്റെ ലിമിറ്റേഷൻ വെച്ചുകൊണ്ട് പഴയ സിസ്റ്റത്തിൻ്റെ അകത്ത്. അതല്ലെങ്കിലോ ഒരു ആട്ടോ കാർഡിൽ വരച്ചിട്ടുണ്ടാവും ഒരു പ്ലാൻ. വളരെ ചുരുക്കം പ്ലാനുകളിൽ മാത്രമാണ് ഫർണിച്ചർ ലേഔട്ട് അടക്കം ഇട്ടിട്ട്, അതായത് കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പുന്ന കല്ല് പോലും മാർക്ക് ചെയ്തിട്ട്, അല്ലെങ്കിൽ അയൺ ചെയ്യണ ടേബിൾ എവിടെ ഇരിക്കുന്നത് മാർക്ക് ചെയ്ത്, ഷൂ റാക്ക് എവിടെ ഇരിക്കുന്നത് വരെ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫർണിച്ചർ ലേഔട്ട് അടക്കമുള്ള സ്കെയിൽഡ് ആയിട്ടുള്ള പ്ലാനുള്ളത് വളരെ ചുരുക്കം വീടുകളെ ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് ഓപ്പൺലി ടെല്ലിങ് ലെസ് ദാൻ 5% വീടുകൾ ഇതിൽ നാട്ടിൽ സാധാരണ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലെന്താ സംഭവിക്കുകയെന്നറിയോ? അതായത് ഒരാൾ പ്ലാൻ വരയ്ക്കുന്നു, വേറൊരാൾ ബിൽഡ് ചെയ്യണു, വേറൊരാൾ ഇലക്ട്രിക്കൽ ചെയ്യണു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ കുറേ കഴിയുമ്പോൾ വീട് കെട്ടി കഴിയുമ്പോൾ കട്ടിലിപ്പുറത്തുണ്ടാകും, ബെഡ് സ്വിച്ച് അപ്പുറത്തുണ്ടാകും. ഇതുപോലെ ഓരോ സ്ഥലത്തും ഈ ഡിസ്ക്രിപ്പൻസികളാണ്. റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഓരോന്നായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പ്ലാനിൽ എന്തുകൊണ്ട് സ്കെയിൽഡ് ആയിരിക്കില്ല, ഫർണിച്ചർ ലേഔട്ട് ഉണ്ടാവില്ല, ഒക്കെ സുമാർ ചെയ്തു പോകുന്നുണ്ടാവും എല്ലാം. അപ്പോൾ അങ്ങനെ ചെയ്തു പോകുമ്പോൾ നമുക്ക് ആ വീടിൻ്റെ അകത്തൊരു പ്രോപ്പർ യൂട്ടിലിറ്റി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ അതാണ് ഇവിടുത്തെ സിസ്റ്റം, ജനറൽ സിസ്റ്റം. അതുകൊണ്ട് അതും ഞങ്ങളുടെ ആളുകൾ എടുത്ത് റീ എഞ്ചിനീയർ ചെയ്ത് എന്താ പറയുക കൃത്യമായി കൊണ്ട് R&D ചെയ്ത് അവർ ഞങ്ങളുടെ തീരുമാനത്തിലെത്തി. ഞങ്ങളിൽ കൂടെ ചെയ്യുന്ന പ്രോജക്റ്റുകൾ മുഴുവൻ കൃത്യമായിട്ടുള്ള സ്കെയിൽഡ് ആയിട്ടുള്ള കാല് തുടയ്ക്കുന്ന ചവിട്ടി തിരുമ്പുന്ന കല്ല് മുതൽ ഷൂ റാക്ക് മുതൽ മറ്റേ അയൺ ചെയ്യുന്ന ടേബിൾ വരെ എവിടെ ഉണ്ടാവണം എന്നടക്കം മാർക്ക് ചെയ്തിട്ടുള്ള ഫർണിച്ചർ ലേഔട്ട് അടക്കമുള്ള ഫ്ലോർ പ്ലാനുകളിലേ ചെയ്യുകയുള്ളൂ, അതേ നടപ്പിലാക്കുകയുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അതേപോലെ നിങ്ങൾ നേരിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും കറക്റ്റായിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ള ദൃഢനിശ്ചയവും അതുപോലെ തന്നെ കറക്റ്റായിക്കൊണ്ട് നിങ്ങൾ റൺ ചെയ്യുകയും ചെയ്താൽ ഇതേപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, ഞങ്ങളുടെ ഹെൽപ്പൊന്നും ഇല്ലെങ്കിലും പോലും. റൈറ്റ്. ഇനി അടുത്തത് എലിവേഷൻ എന്തിനാണെന്നുള്ളത്. എലിവേഷൻ എങ്ങനെ വരയ്ക്കുക? സുമാർ ഒരു 3D പ്ലാൻ, സാധാരണ രീതിയിൽ നാട്ടിലുള്ള കാര്യം പറയണം. സുമാർ ഒരു 3D പ്ലാൻ വരച്ചു, അതിൻ്റെ അകത്ത് കുറേ പെയിൻ്റൊക്കെ കൊടുത്തു, കാണാനൊക്കെ നന്നായിട്ടുണ്ട്. എന്നിട്ട് വീട് കെട്ടാൻ തുടങ്ങുമ്പോൾ ഓരോ ആളുകൾ അഭിപ്രായം പറഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് ഓരോ സ്റ്റേജുകൾ മാറ്റിയിട്ട് ഈ 95% വീടുകളുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 5% എക്സംപ്റ്റഡ് ആണ്. റൈറ്റ്. അത് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവാം. മാറ്റിയിട്ട് ഈ എലിവേഷൻ ഒന്ന് അവിടെ ചെയ്തു വരുമ്പോൾ വേറെ ഒന്നാവും, ഈവൻ പെയിൻ്റ് അടക്കം. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ളത് ആ കേസിൽ വന്നിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ കൊണ്ടാണ് ഫിനിഷ് ചെയ്ത് പോകുന്ന വീടുകളാണ് ഭൂരിഭാഗം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് കേസ് സ്റ്റഡി നടത്തി ഞങ്ങളുടെ ടീം തീരുമാനിച്ചത് എലിവേഷൻ ചെയ്യുമ്പോഴൊക്കെ ക്ലയൻറ്റിൻ്റെ അടുത്ത് വളരെ കൃത്യമായി കൊണ്ട് ചോദിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ട് എലിവേഷൻ എല്ലാം ഫിക്സ് ചെയ്ത് കഴിയുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കളർ കോഡ് പോലും ഫ്രീസ്ഡ് ആയിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് മാറാൻ പാടില്ല ഒരു സാധനം. ആ എലിവേഷൻ്റെ ഫോട്ടോ സൈറ്റിൽ വെച്ചിട്ട് അത് കണ്ടുകൊണ്ട് വേണം അവിടെ മണ്ണ് ഫൗണ്ടേഷൻ കുഴിക്കാൻ വരുന്ന
മെഷീൻ്റെ ഡ്രൈവർ അടക്കം വർക്ക് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അയാളോട് മണ്ണ് കുഴിക്കുകയല്ലേ ചെയ്യുന്നത്, ഈ വീട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണ് കുഴിക്കുന്ന ആൾക്ക് നല്ല ബോധ്യമാണ്. എന്നാലാണ് അതേ മാറ്റർ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത്രയും സ്കെയിൽഡ് ആയിട്ട് അത്രയും ആളുകളിൽ എല്ലാവരെയും ആ ഐഡിയോളജിക്ക്, ആ ക്ലയൻറ്റിൻ്റെ ഡ്രീമിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് ടീമിനെ മുഴുവൻ റൺ ചെയ്യാൻ ഞങ്ങൾ തീരുമാനമാക്കി. ഇതേപോലെ നിങ്ങളും അവിടെ റൺ ചെയ്യിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും അതേപോലുള്ള വീടുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അടുത്തത് അതേപോലെ സ്ട്രക്ചറൽ ഡ്രോയിങ്. വീടുകൾക്ക് എന്തിനാണ് സ്ട്രക്ചറൽ ഡ്രോയിങ്? സാധാരണ നാട്ടിൽ എന്താണ് 95% ഞാൻ നേരത്തെ പറയുന്ന സുമാർ വീടുകളൊന്നും സ്ട്രക്ചറൽ ഡ്രോയിങ് ഒന്നും വരച്ചിട്ട് ചെയ്യലുണ്ടാവില്ല. ബിക്കോസ് എല്ലാവരും എഞ്ചിനീയേഴ്സും അല്ലെങ്കിൽ സൂപ്പർവൈസേഴ്സും ഒക്കെ ആയിരിക്കും ഇത് ചെയ്യേണ്ടാവുക. അവർക്കൊക്കെ തീർച്ചയായിട്ടും അവർ കുറച്ച് പഠിച്ചിട്ടുണ്ടാവും, അവർക്കൊക്കെ അറിയും സുമാർ. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ എന്താണ് ലിൻഡൽ ഇട്ടത് അതേ സൈസ് ഇവിടെ ലിൻഡൽ ഇടുക, അല്ലെങ്കിൽ തിക്നെസ് എത്ര സ്ലാബ് ഇട്ട് അതേപോലെ ഇടുക. അവർ പഠിച്ചതിൻ്റെ അകത്ത് എങ്ങനെയാണോ സ്റ്റീലൊക്കെ ഇട്ടിരിക്കുന്നത് അതിനനുസരിച്ച് സ്റ്റീൽ ഇടുക, സിമെൻറ്റ് ഇടുക, അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ട് ദിവസം രാവിലെ എണീച്ച് അത് ചെയ്യൂ ഇത് ചെയ്യൂ ഡയറക്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ ഇങ്ങനെ പോകുന്നത് ഇന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ച് കഴിയുമ്പോഴേക്ക് ആ എഞ്ചിനീയർ കുറേ സ്ഥലത്ത് വീടുകൾ ചെയ്യാനുണ്ടാകുമ്പോൾ അവർ സഫേർഡാണ്. എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക, തിക്നെസ്സുകൾ കുറയ്ക്കുക, അവർ വർക്കേഴ്സും ബിക്കോസ് അവിടെ അണ്ടർസ്റ്റാൻഡിങ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് തിക്നെസ്സുകൾ കുറയുക, സ്റ്റീൽ അങ്ങോട്ട് കൊടുക്കുക. പിന്നെ എന്താ ചെയ്യുക, ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൊണ്ട് ഒപ്പിച്ച് എന്താണ് പറഞ്ഞാൽ ചെയ്ത് മുന്നോട്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ഒരു വീട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും എന്താണെങ്കിലും അതിൽ സ്ട്രക്ചറൽ ഡ്രോയിങ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഞങ്ങൾ പഠിച്ച് നമ്മുടെ തീരുമാനം എടുത്താണ്. ഒരു BTech M.Tech കഴിഞ്ഞിട്ടുള്ള ഒരു എഞ്ചിനീയർ സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈൻ ചെയ്തിട്ടുള്ള സ്ട്രക്ചറൽ ഡിസൈൻസാണ്. അതിൻ്റെ വെയിറ്റ് എല്ലാം വെച്ചുകൊണ്ട് വീടിൻ്റെ വെയിറ്റ് എല്ലാം വെച്ചിട്ട് എത്ര സ്റ്റീൽ വേണം, ബിക്കോസ് ഓവർ ഇൻഫോഴ്സ്ഡ് ആയിട്ട് വെയിറ്റ് കൂടിയാലും പ്രശ്നമാണ്, അത് കമ്പി സ്റ്റീൽ കുറച്ച് കൂടിയിട്ടാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആ കൃത്യമായിട്ടുള്ള ഡ്രോയിങ്സോട് കൂടിയിട്ടുള്ള സ്ട്രക്ചറൽ ഡ്രോയിങ്സ് എല്ലാ വീടുകൾക്കും മസ്റ്റാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവുമാക്കാൻ പറ്റും, ക്വാളിറ്റി നന്നാവും, വീടിന് ഡ്യൂറബിലിറ്റി, അതിൻ്റെ എല്ലാ കാര്യങ്ങളും സ്ട്രക്ചറലി സ്റ്റേബിൾ ആവും വീട് എന്ന് നമ്മൾ ബോധ്യമായി. അപ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇതേപോലെ നല്ലൊരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ കണ്ടെത്തി നോക്കി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട് സ്റ്റേബിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും ഡയറക്റ്റായിട്ട്. അടുത്തത് MEP, മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ്. നമുക്കറിയാം പഴയ കാലമല്ല, പണ്ട് നമുക്ക് വെള്ളം അപ്പുറത്തേക്ക് പോകാം, ഇഷ്ടംപോലെ വലിയ വലിയ സ്ഥലങ്ങളാണ് വീടുകൾ, കോമ്പൗണ്ടുകൾ, വെള്ളം അപ്പുറത്തേക്ക് വിടാം, അല്ലെങ്കിൽ വെള്ളം അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പൈപ്പ് വയറിംഗ് ഒക്കെ ഫീസൊക്കെ ആയിരുന്നല്ലോ പണ്ട്. ഒരു ഫീസ് എവിടെയും ഷോർട്ടായി കഴിഞ്ഞാൽ കുറച്ച് വലിയ ഫീസ് കിട്ടിയാൽ നിൽക്കും, അല്ലെങ്കിൽ അത് എന്താണ് എർത്താണെന്നൊക്കെ നോക്കാം, അങ്ങനത്തെ സിസ്റ്റം ആയിരുന്നു. ഇന്നത്തെ സിസ്റ്റം ഒന്നും അങ്ങനെയല്ല, വളരെ എഞ്ചിനീയർഡ് ആയിട്ടുള്ള സിസ്റ്റംസാണ്. MCB ELCBs ഒക്കെയാണ്. വെള്ളം എല്ലാ കാര്യം വെള്ളമൊക്കെ വളരെ പവിത്രമാണ്, വേണ്ട മാത്രം വെള്ളം യൂസ് ചെയ്യാൻ പാടുള്ളൂ, ഓവറായിട്ട് വെള്ളം തള്ളിക്കളയാൻ എവിടേക്കും ഇല്ല. ബിക്കോസ് സെപ്റ്റി ടാങ്ക് സോക്ക് പിറ്റിലൊക്കെ സോക്ക് ചെയ്ത് പോണ പോലെയൊക്കെ ഉള്ള വെൽ അറേഞ്ച്ഡ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ കംപ്ലൈൻറ്റുകൾ പുതിയ വീട്ടിൽ വരുന്നത്, പിന്നെ ഒരാൾ വയർ ചെയ്തിട്ട് പോയി, അടുത്തൊരാൾ വന്നു ഏത് വയർ ചെയ്തെന്ന് അറിയില്ല, അവിടെ കുത്തിപ്പൊളിക്കുക അവിടെ കുത്തിപ്പൊളിക്കുക, അങ്ങനെ പഴയ ഇലക്ട്രീഷ്യനെ കുറ്റം പറയുക, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് നാട്ടിൽ സാധാരണ അനുഭവിച്ചു വരുന്നത്. ഇതിനെ എങ്ങനെയാണെന്നുള്ള പഠിച്ച് ഞങ്ങളുടെ ടീം ഒരു R&D ചെയ്ത് വളരെ കൃത്യമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കി. അതാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകുന്നത്. ഡീറ്റെയിൽ ആയിട്ടുള്ള MEP ഡ്രോയിങ് ഫ്രം ദ കോമ്പീറ്റൻ്റ് എഞ്ചിനീയേഴ്സ്. MEP പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് ഡ്രോയിങ്, അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ്, സെപ്റ്റി ടാങ്ക് എങ്ങനെയാണ്, കുഴി എങ്ങനെയാണ്, എത്ര ആഴമാണ്, എല്ലാം എവരിത്തിങ് ഡീറ്റെയിൽഡ്, റൈറ്റ്. അതേപോലെ തന്നെ വയറിങ് എങ്ങനെയാണ് പോകേണ്ടത്, എത്ര സ്വിച്ചുകൾ വേണം, സ്വിച്ചുകളുടെ ഹൈറ്റ്, ലൈറ്റുകളുടെ ഹൈറ്റ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ അതേപോലെ തന്നെ പൈപ്പിൻ്റെ ഹൈറ്റുകൾ, പൈപ്പ് എഴുതിയ ഫ്ലോ ചെയ്യണം, വാട്ടർ ടാങ്ക് എവിടെയാണ്, മോട്ടർ എങ്ങനെയാണ് വാട്ടർ ഫ്ലോ, ഓട്ടോമാറ്റിക് സ്വിച്ച് ഉണ്ടോ, ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ചെയ്തുകൊണ്ട് പോകുന്ന മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ഡ്രോയിങ്ങും. ഒപ്പം നമുക്കറിയാം നമ്മൾ വീട് കെട്ടുമ്പോൾ വീണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, 10 സ്വിച്ച് വാങ്ങിക്കുമ്പോൾ 8 ഫിറ്റ് ചെയ്യും, എന്നിട്ട് ബാക്കി 2 എവിടെ ഇടും, അല്ലെങ്കിൽ 4 അധികം കിടക്കും. ചിലപ്പോൾ ഇനി 10 വരെ 9 വരുള്ളൂ, എന്നിട്ട് ആ 1 വാങ്ങിക്കാൻ വേണ്ടി അതിൽ നീ ഓടും, അവസാനം ആ മോഡൽ കിട്ടില്ല, വേറെ വല്ല മോഡൽ, ഇങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നിറയെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി BOQ, ബിൽ ഓഫ് ക്വാണ്ടിറ്റീസും കൂടി ഈ ഡ്രോയിങ്ങിനൊപ്പം എടുത്ത് ആ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസിനനുസരിച്ചുകൊണ്ട് പർച്ചേസ് നമുക്ക് പൈസ വളരെ കുറയുകയും ആവശ്യമില്ലാത്ത സാധനം വരാതിരിക്കുകയും ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ വരികയും ഒക്കെ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെയും റിക്വയർമെൻറ്റ് മനസ്സിലായല്ലോ. അതും നിങ്ങൾ ഇതേപോലെ ഞങ്ങളുടെ കൂടെ അല്ല, നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് മനസ്സിലാക്കി ഇതിനനുസരിച്ചൊന്ന് പഠിച്ചുകൊണ്ട് ചെയ്താൽ മതി, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഫ്ലോ ചെയ്യാവും, ഇങ്ങനെ ഇത്ര കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ഡോക്യുമെൻറ്റേഷൻ ഇല്ലാതെ ഫ്ലോ ചെയ്താൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോജക്റ്റ് കൺട്രോൾ പോകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത അതേമാതിരി തന്നെ ഇതേപോലെ ഇതൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ ഡ്രോയിങ് ആയി, റൈറ്റ്. ഇനി അടുത്ത് എന്ത് വേണം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നമ്മൾ എങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് സ്റ്റേജ് വൈസ് ഉണ്ടാക്കണം. ആദ്യത്തെ 10 ദിവസം എന്ത് ചെയ്യണം, പിറ്റത്തെ 10 ദിവസം എന്ത് ചെയ്യണം, പിറ്റത്തെ 10 ദിവസം എന്ത് ചെയ്യണം, പിറ്റത്തെ 10 ദിവസം, അങ്ങനെ ഒരു 100-150 ദിവസത്തിനകത്താണ് ഒരു പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്യുക, ഫുള്ളായിട്ട് കഴിയുക. അപ്പോൾ അതിന് ഓരോ ദിവസങ്ങളിൽ എന്ത് ചെയ്യണോ ആ ഒരു സ്റ്റേജ് വൈസ് സബ് വൈസ് പ്രോജക്റ്റിന് തിരിച്ചു. എന്നതിന് ശേഷം ആ സബ് സ്റ്റേജ് വൈസ് ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയൽ എസ്റ്റിമേറ്റും ലേബർ എസ്റ്റിമേറ്റും നമ്മൾ ചെയ്യും. ലേബർ എസ്റ്റിമേറ്റ് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിൽ, അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എളുപ്പം പറയുകയാണെങ്കിൽ എത്ര M³ മറ്റേ
റബ്ബിൾ കെട്ടാനുണ്ട്, കരിങ്കല്ല് കെട്ടാനുണ്ട്, എത്ര M³ കോൺക്രീറ്റ് ഉണ്ടാവും, എത്ര സ്ക്വയർ ഫീറ്റ് പ്ലാസ്റ്റിക് ആണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സ്റ്റേജ് വൈസ് സബ് സ്റ്റേജ് വൈസ് കിട്ടി അതിൻ്റെ ടോട്ടലും കിട്ടുന്നുണ്ടാവും മെറ്റീരിയലിൻ്റെ. ക്ലിയർ ആയല്ലോ? അതേപോലെ തന്നെ ലേബർ ക്വാണ്ടിറ്റിൻ്റെയും കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലേബർ എസ്റ്റിമേറ്റ് വേണ്ടേ? ഇത് സാധാരണ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അത് ബാങ്കിൽ കൊടുക്കാനുള്ള ഒരു എസ്റ്റിമേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ എസ്റ്റിമേറ്റ് കൊണ്ട് പോയിട്ട് ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ എന്ത് ചെയ്തത്, നേരത്തെ പറഞ്ഞ R&Dയിൽ തീരുമാനിച്ചു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലേബർ എസ്റ്റിമേറ്റിൽ പോകാൻ തുടങ്ങിയത്. അപ്പോൾ ലേബർ എസ്റ്റിമേറ്റ് പോകുമ്പോൾ എന്തായി, എല്ലാം ക്ലിയർ ആയിട്ടുള്ള എത്ര വോള്യൂം ഉണ്ട് ഓരോ സ്റ്റേജിൽ നിന്ന് ക്ലിയർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ക്ലയൻറ്റിന് കിട്ടാൻ തുടങ്ങി അല്ലേ? അപ്പോൾ ക്ലയൻറ്റിനും കിട്ടും, ആർക്ക് കിട്ടും, കോൺട്രാക്ടറിനും കിട്ടും, വർക്കർക്ക് കിട്ടും, എല്ലാവരും കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിസൈൻ ഏത് വേണമെങ്കിൽ ഓപ്റ്റ് ചെയ്യാം. മറ്റെന്താണ്, ലേബർ എസ്റ്റിമേറ്റ് ഒന്നും ഇല്ലാണ്ടാകുമ്പോൾ ഒരു മൊട്ട ഡിസൈൻ ഇട്ടിട്ട് ആ ഡിസൈനിനെ മതി എന്ന് പറഞ്ഞാൽ അടിച്ചേൽപ്പിക്കുന്നു ക്ലയൻറ്റിൻ്റെ മുകളിൽ. എന്താ കാരണം പറഞ്ഞാൽ ഡിസൈൻ കൂട്ടി പറഞ്ഞാൽ വോള്യൂം കൂടും, അപ്പോൾ ഞങ്ങൾക്ക് കാശ് കിട്ടാണ്ടാവുമെന്നൊരു പേടി കോൺട്രാക്ടർക്ക് വർക്കർക്കോ. ഡിസൈൻ കൂട്ടാതെ പിന്നെ ഡ്രീം കറക്റ്റ് ചെയ്യാൻ പറ്റും, അത് പറ്റില്ല. എന്നാൽ സത്യത്തിൽ ഡിസൈൻ കൂടുന്നതുകൊണ്ട് വർക്ക് കൂടുന്നുണ്ട്, അത് കൂടില്ല. പക്ഷേ അവിടെ ഭയങ്കര ഒരു ഡാർക്ക്നെസ് ആയിരുന്നു, ക്ലാരിറ്റി ഉണ്ടായില്ല. ആ ക്ലാരിറ്റിയൊക്കെ വന്നു. അതിനാണ് അതേപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലേബർ എസ്റ്റിമേറ്റ് ചെയ്തു പോയാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. പക്ഷേ ഇതൊന്നും സ്ലിപ്പാകരുതൊക്കെ എല്ലാം കൃത്യമായിട്ട് നടത്തണം. അതേപോലെ തന്നെ അടുത്ത് മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ഡീറ്റെയിൽ ആയിട്ട് മെറ്റീരിയൽ എസ്റ്റിമേറ്റ് യഥാർത്ഥത്തിൽ ഉണ്ടാവുമോ? ഉണ്ടാവും. മൊത്തത്തിലൊരു മെറ്റീരിയൽ എസ്റ്റിമേറ്റ് സുമാർ അതിൽ നിന്നൊക്കെ ചെറിയ വേരിയേഷനൊക്കെ വരും, ബാങ്കിൽ കൊടുക്കാനുള്ളതായിരിക്കും. അങ്ങനെയല്ല, ഞങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ സ്റ്റേജ് വൈസ് സബ് സ്റ്റേജ് വൈസ് മെറ്റീരിയൽ എസ്റ്റിമേറ്റ് എടുത്ത് ആ മെറ്റീരിയൽ എസ്റ്റിമേറ്റ് പ്രകാരമായിരിക്കും മെറ്റീരിയൽ വാങ്ങിപ്പോയാലേ നന്നാവുള്ളൂ എന്ന് നമ്മുടെ ടീം സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ ടീം തീരുമാനം എടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങളും വളരെ ക്ലിയർ ആയിട്ട് ഇത്രയും ഡീറ്റെയിൽ ചെയ്ത് എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെറ്റീരിയൽ എസ്റ്റിമേറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ പ്രോജക്റ്റിൻ്റെ ഹോൾ പ്രോജക്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒരു വീട് കെട്ടുമ്പോൾ ആ വീടിൽ സ്റ്റാർട്ട് ടു എൻഡ് എങ്ങനെയാണ് അതിൻ്റെ വീടിൻ്റെ ഫ്ലോ പോകണമെന്ന് നേരത്തെ പറഞ്ഞാൽ സ്റ്റേജ് വൈസ് സബ് സ്റ്റേജ് വൈസ് ഇത് ക്ലയൻറ്റിന് അറിയണോ വേണ്ടത്? സത്യത്തിൽ അറിയണം. അറിഞ്ഞിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, കറക്റ്റ് ആവില്ല. ക്ലയൻറ്റ് കൺഫ്യൂഷൻ ആവും. നമുക്കറിയാം, നമ്മളൊരു വീട് ഒരാളുടെ അടുത്ത് കോൺട്രാക്ട് കൊടുത്തു, കുറേ പൈസയും കൊടുക്കുന്നു, ചോദിച്ച മാതിരി എങ്ങനെയൊക്കെ കെട്ടിപ്പോകണമെന്ന് അറിയില്ല. അതുകൊണ്ടാണ് കുറേ വീടുകളിലൊക്കെ ഇടയിലൊക്കെ അത് കഴിയുമ്പോൾ അയ്യോ ഇത് ചെയ്ത് വരില്ല, ക്വാളിറ്റി ശരിയാവില്ല, അപ്പോൾ എത്ര പൈസ കൊടുക്കണമെന്ന് ഈ സ്റ്റേജ് എനിക്ക് അറിയില്ല, മൊത്തത്തിലായിരിക്കും കരാറ്, അല്ലെങ്കിൽ മൊത്തത്തിലായിരിക്കും പൈസ പറഞ്ഞിട്ടുണ്ടാവുക, അത് തികയില്ല എന്ന് അവർ പറഞ്ഞു. ആകെ ഫ്രസ്ട്രേറ്റഡ് ആണ്, ബിക്കോസ് ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മളതിനകത്ത് തീരുമാനിച്ചു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഇവിടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലായി, അല്ലെങ്കിൽ കുറേ കേസ് സ്റ്റഡി നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് ഈ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെറ്റീരിയൽ എസ്റ്റിമേറ്റും ലേബർ എസ്റ്റിമേറ്റും ഒക്കെ എടുത്ത് ഒരു 7 മീറ്റിങ്ങുകളിൽ കൂടെ ക്ലയൻറ്റിനെ കൃത്യമായിട്ട് ഈ പ്രോജക്റ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണു, എന്താണ് അവരുടെ ഡ്രീം, എന്തായിരുന്നു അവരുടെ തോട്ട്, അതിനുശേഷം അതിന് ഡ്രീമാക്കി, അതിന് ഡീകോഡ് ചെയ്ത് അതിനെ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പ്ലാനുകളെല്ലാം തയ്യാറാക്കി, എലിവേഷൻ തയ്യാറാക്കി, അതിനെ സ്ട്രക്ചർ ഡ്രോയിങ് ചെയ്ത്, അതിനെ MEP ചെയ്ത്, അതിനെ സൂപ്പർ ഇമ്പോസ് ചെയ്ത്, അതിനെ വർക്കിംഗ് ഡ്രോയിങ് ആക്കി, അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ലേബർ എസ്റ്റിമേറ്റ് ചെയ്ത് ഓരോ സ്റ്റേജിലും എത്ര പൈസ നിങ്ങൾക്ക് ആവശ്യം വരാൻ സാധ്യതയുണ്ട്, കോസ്റ്റ് ഡെപ്പോസിറ്റ് എത്ര വേണം, ഓരോ സമയത്തും പൈസ എത്ര വേണം, എല്ലാം ഡീറ്റെയിൽ ചെയ്ത് ആ ക്ലയൻറ്റിനെ ബ്രീഫ് ചെയ്ത് പഠിപ്പിച്ചിട്ട് നമ്മളെങ്ങനെയാണോ ഫ്ലോ ചെയ്യണം അതിനൊക്കെ അതേപോലെ ക്ലയൻറ്റ് പഠിച്ച് അവരും സിങ്ക്രണൈസ്ഡായി അവരുടെ ഡ്രീം ഹോം അവർ ബിൽഡ് ചെയ്യുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷനോടുകൂടി 100% ആ ടീമിന് മുഴുവൻ മനസ്സിലായിക്കൊണ്ട് പോകാനുള്ളൊരു എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞങ്ങളുടെ ടീമിന് ഞങ്ങൾക്ക് ബോധ്യമായത്. ബിക്കോസ് ഇത് ഡ്രീമാണ് നമ്മൾ, ബിക്കോസ് ഇത് ഹൈലി ഇമോഷണലാണ് വീട് പറയുന്നത്. അപ്പോൾ അവരും കൂടി പാർട്ട്ണർ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാലാണ് അതിൽ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ വീടിൻ്റെ എന്നുള്ളതാണ് ഞങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത മെത്തേഡ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സിമ്പിളായിട്ട് പഠിപ്പിക്കാനും നമുക്ക് സിറ്റി ബിൽഡേഴ്സ് ആപ്പ് ആയതുകൊണ്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം അല്ലേ, അവർക്ക് ലോകത്ത് എവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഇത് കാണാനും പറ്റുമല്ലോ. അങ്ങനെ ഇത് മുഴുവൻ അവർക്ക് അവരുടെ കയ്യിലിരുന്നുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനത്തേക്കും വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെത്തേഡിലെയും ഹോൾ കൺട്രോൾ ക്ലയൻറ്റിൻ്റെ അടുത്ത് കിട്ടുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ ഒരു സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് ഞങ്ങളിപ്പോൾ ഡിജിറ്റൽ സിസ്റ്റത്തിനെ അതുകൂടെ ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഡയറക്റ്റാണ് ചെയ്യണമെങ്കിൽ അത്ര പറ്റില്ലെങ്കിലും അത് നിങ്ങൾ എഴുതി വെച്ച് ബുക്കിലൊക്കെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് പോയാൽ ഈസി ആയിട്ട് നമുക്ക് കഴിയും. അതുപോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോജക്റ്റിൻ്റെ മുകളിൽ കൺട്രോൾ കിട്ടും, റൈറ്റ്? അതല്ലെങ്കിൽ കൺട്രോൾ കഴിഞ്ഞ് പോകുമല്ലോ, സ്വാഭാവികമാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് സോഴ്സിങ് ഓഫ് മെറ്റീരിയൽ. അത് ഞങ്ങൾ എന്താണ് നമുക്കറിയാം, അങ്ങനെ നേരത്തെ പറഞ്ഞ ഒരു എസ്റ്റിമേറ്റും ഇല്ല, അങ്ങനെ സുമാർ ഒരു ഐഡിയ, ഒരു കോൺട്രാക്ടർക്ക് ഒരു ഐഡിയ ഉണ്ടാവും, ഇത്ര മെറ്റീരിയൽ വേണം, നല്ലൊരു ബിൽഡർ ഇത്ര മെറ്റീരിയൽ വാങ്ങിക്കണോ, ടോട്ടൽ പൈസ വാങ്ങിക്കണോ സ്റ്റേജ് വൈസ്, എന്നിട്ട് സോഴ്സ് തന്നെ വാങ്ങിക്കുക തന്നെ, അങ്ങനെ വാങ്ങിച്ച് ചെയ്യുമ്പോൾ ലോക്കൽ സോഴ്സിംഗ് ആണ് പലപ്പോഴും സംഭവിക്കുക. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പ്രോപ്പറായിട്ടുള്ള എസ്റ്റിമേറ്റും ബാക്കിയുള്ള ഇല്ലാതിരുന്ന് കഴിഞ്ഞാൽ എന്താവും, 10 വാങ്ങിക്കേണ്ടത് 8 വാങ്ങിക്കും, പിന്നെ 2 പോയി ലോക്കൽ വാങ്ങിക്കും, അല്ലെങ്കിൽ 10 വാങ്ങിക്കേണ്ടത് 12 വാങ്ങിക്കും, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവും. നമ്മുടെ നേരത്തെ പറഞ്ഞു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയലും ലേബറൊക്കെ സ്റ്റേജ് വൈസ് സബ് സ്റ്റേജ് വൈസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഏത് സമയത്തും എത്ര മെറ്റീരിയൽ കളക്റ്റീവായിട്ട് കുറേ നമ്മുടെ ഈ ഡിജിറ്റൽ സിസ്റ്റം ലാബിൻ്റെ ഇതിനകത്ത് കുറേ വീടുകളുണ്ടാവുമല്ലോ, ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എത്ര വേണ്ടി വരും നമുക്ക് കൃത്യമായിട്ട് അറിയും. അപ്പോൾ ഈ ആളുകൾ സാധാരണ നാട്ടിൽ നിന്ന് അപ്ലൈക്കപ്ലൈ ലോക്കലി അവിടെ നിന്ന് വാങ്ങിച്ച് ആവശ്യമില്ലാതെ പൈസ ചിലവാകുന്നതിന് പകരം
പിന്നെ നമുക്കറിയാമല്ലോ ഈ ഇൻഡസ്ട്രി നേരത്തെ പറഞ്ഞ കമ്മീഷനും അങ്ങനത്തെ ഗ്രേ ഏരിയ ഉള്ള ഇൻഡസ്ട്രി ആയതുകൊണ്ട് അവിടെ പല ഗ്രേ ഏരിയ, ഞാൻ അതിൻ്റെ അത് ഡെപ്തിലേക്ക് വരുന്നില്ല, അവിടെ എന്താ നടക്കുക നിങ്ങൾക്കൊക്കെ അറിയാം, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ടോട്ടലി കളക്റ്റീവായിട്ട് എല്ലാവരെയും കൂടി ക്വാണ്ടിറ്റി കിട്ടും. എല്ലാവരെയും കൂടി വരയ്ക്കുന്ന ആളുകൾ, കൺസൾട്ടൻസ്, എല്ലാവരും കൂടി വർക്കേഴ്സ്, എല്ലാവർക്കും റെഗുലറായിട്ട് പണി കിട്ടുന്ന ഒരു സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സിറ്റി ബിൽഡേഴ്സ് ആപ്പ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ആളുകൾ R&D ചെയ്തിട്ട് അതിൻ്റെ അകത്ത് കൂടെ എഫിഷ്യൻസി കൂടുതൽ വോളിയംസ് സപ്ലൈ ഒക്കെ കറക്റ്റ് ആകുമ്പോൾ തന്നെ എന്താവും, കോസ്റ്റ് വളരെ താഴ്ന്ന് ആ കളക്റ്റീവായിട്ടുള്ള എല്ലാവരെയും കൂടി ആ എല്ലാ വോളിയം കൂടി കളക്ട് ചെയ്ത് വരുമ്പോൾ ഡയറക്റ്റ് സോഴ്സിൽ നിന്ന്, മാനുഫാക്ചറിൽ നിന്ന് നമ്മൾക്ക് പറ്റാവുന്നത്ര ഹെൽത്തി ആയിട്ടുള്ള ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റിന് കിട്ടാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അതേപോലെ നിങ്ങൾ ഒരു വീടോ 2 വീടോ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പറ്റിയെന്ന് വരില്ല, എത്ര പവർ ഓഫ് ആ വോള്യം കിട്ടില്ല, അത് വാസ്തവമാണല്ലോ. എന്നാലും നിങ്ങൾ ഉള്ള വീടുകളിൽ വെച്ചിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റും എല്ലാം ആക്കി ടോട്ടൽ ക്വാണ്ടിറ്റിയൊക്കെ ചെയ്ത് അതാത് ആളുകളോട് സംസാരിച്ചാൽ നിങ്ങൾക്കും അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും കോസ്റ്റിന്, തീർച്ചയായിട്ടും കുറച്ചൊക്കെ. റൈറ്റ്? നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടണം അത്ര കിട്ടില്ല, എന്താ പറയുക, ഇതിൻ്റെ അകത്ത് വലിയ വോള്യം ഉള്ളതല്ലേ. അപ്പോൾ എന്നാലും പറ്റാവുന്നത് നിങ്ങൾക്ക് എടുത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് അവിടെ നാട്ടിൽ ഞങ്ങളുടെ സർവീസ് എല്ലാവർക്കും ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻ്റെ അപ്പുറത്തേക്ക് വന്നെത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഇതേപോലെ ഈ പറഞ്ഞ ആംഗിൾ ഉപയോഗപ്പെടുത്താം. അടുത്തത് അതേപോലെ തന്നെ മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ഈ ഹോൾ ഡീറ്റെയിൽസ് ഓഫ് പ്രോജക്റ്റ്. അപ്പോൾ ക്ലയൻറ്റിന് ഇത് മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കി അടുത്തത് സോഴ്സിങ് ഫ്രം, 12ാമത്തെ പോയിന്റ് എത്തി, സോഴ്സിങ് ഫ്രം ഡയറക്റ്റ്. അതാണ് ഇപ്പോൾ പറഞ്ഞത്. ഈ വർക്കേഴ്സിൻ്റെ അടുത്തും എല്ലാവരും ഡിസ്കൗണ്ട്സ് കിട്ടും. അടുത്തത് കൺട്രോൾ ഓഫ് മെറ്റീരിയൽസ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കോൺട്രാക്ട് കൊടുത്തു, നമുക്ക് ഏതൊക്കെ മെറ്റീരിയൽസ് വരും, വന്നോ ഇല്ലയോ, എത്ര മെറ്റീരിയൽസ് ഒന്നും അറിയേണ്ട ആവശ്യമില്ലല്ലോ. ബിക്കോസ് ടോട്ടൽ കോസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ അടിച്ച് കയറ്റി പോവുക. ക്വാളിറ്റിയൊക്കെ സ്വാഭാവികമായിട്ട് ചെറിയ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതാണല്ലോ നമ്മുടെ നാട്ടിൽ. ഇപ്പോൾ 95%, 5% എക്സെപ്ഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. അതിന് നല്ല പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ടാവും, അല്ലാതെ പറ്റില്ല. അതല്ലാത്ത സാധാരണഗതിയിലുള്ള ആളുകൾക്ക് 95% എക്സെപ്ഷൻ ഉണ്ട്. ഈ കേസിലോ നമ്മൾക്ക് ആ പ്രോജക്റ്റിൻ്റെ മുഴുവൻ കൺട്രോൾ ഓരോ മെറ്റീരിയലിന്, ഈ എസ്റ്റിമേറ്റൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കുന്ന ഈ ക്ലയൻറ്റിൻ്റെ പുറത്ത് അവൻ്റെ ഫോണിൽ വരികയാണ്. അതായത് ഓരോ മെറ്റീരിയലിന് PO ഇന്ന വെൻഡർക്ക് കൊടുക്കണോ വേണ്ടേ, ഇന്ന വർക്ക് ഓർഡർ ഇന്ന കോൺട്രാക്ടർക്ക് വർക്കർക്ക് കൊടുക്കണോ വേണ്ടേ, എന്നിട്ട് അവർ അപ്രൂവ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവൻ പോകുന്നത്. അപ്പോൾ എത്രമാത്രം കൺട്രോളാണ് ആ മെറ്റീരിയൽ കൺട്രോളും വർക്ക് കൺട്രോളും എല്ലാം ഈ ക്ലയൻറ്റിൻ്റെ അടുത്താണ് കിടക്കുന്നത്. ലോകം മുഴുവൻ എവിടെ അവർ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരിക്കുകയാണെങ്കിലും ഡയറക്റ്റ് സൈറ്റിൽ വന്ന് നോക്കി നിൽക്കുമ്പോൾ കിട്ടില്ല കൺട്രോൾ. ബിക്കോസ് സാധാരണ ആളുകൾക്ക് ഒരു വീട് ജീവിതത്തിൽ ഒരിക്കലും 2 പ്രാവശ്യം കിട്ടുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഇതെന്നല്ല എല്ലാം പറഞ്ഞു, 7 മീറ്റിങ്ങുകളിൽ കൂടെ എല്ലാം പറഞ്ഞു ധരിപ്പിച്ച് ഓരോ POസും വർക്ക് ഓർഡേഴ്സും അവർ അപ്രൂവ് ചെയ്യുമ്പോൾ, ഫോണിൽ കൂടെ ഓൺലൈനിൽ അപ്രൂവ് ചെയ്യുമ്പോൾ സമയം എടുക്കില്ല, കാര്യങ്ങൾ മുഴുവൻ ട്രാൻസ്പെറൻ്റ് ആയിട്ട് അറിയുമ്പോൾ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. മനസ്സിലായത്? ടോട്ടൽ കൺട്രോൾ ഓൺ മെറ്റീരിയൽ എല്ലാ സാധനം 13ാമത്തെ പോയിന്റ്. അതും സാധാരണഗതിയിൽ നാട്ടിലില്ലാത്ത സാധനം നമ്മൾ ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുപിടിച്ചെടുത്തുള്ളത് വസ്തുതയാണ്. അത് ഇതിൻ്റെ ഈ ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ അത് കൂടെ വരുമ്പോൾ നമുക്ക് എളുപ്പം ചെയ്യാം. ഇനി ഇതേപോലെ നിങ്ങൾക്കും എഴുതി വെച്ച് അല്ലെങ്കിൽ വാട്സപ്പിൽ കൂടെയൊക്കെ ചെയ്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും നാട്ടിൽ. പക്ഷേ ഇതുപോലെ കൺട്രോൾ എടുത്തിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ, എന്നാലേ നിങ്ങളുടെ വീട് നിങ്ങൾക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ക്വാളിറ്റിയിൽ നിങ്ങളുടെ ഡ്രീമിനനുസരിച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അടുത്ത അതേപോലെ തന്നെ പേയ്മെൻറ്റ് കൺട്രോൾ. റൈറ്റ്? ഇതിലത്തെ കണ്ടീഷൻ എന്താണ്? കൃത്യമായിട്ട് പേയ്മെൻറ്റ് സാധാരണ നമ്മൾ നാട്ടിലേക്ക് എങ്ങനെ കൊടുക്കുക? ഒന്നിലെ ഒരു ബിൽഡർക്ക് ആദ്യത്തെ ഒരു അഡ്വാൻസ്, പിന്നെ 30%, 50% വേണ്ട, അങ്ങനെയുള്ള കൊടുക്കുക. അഡ്വാൻസ് ആയിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ ചില കേസിൽ ചില കോൺട്രാക്ടേഴ്സോ ഞാൻ കെട്ടിക്കേണ്ടി തരാമെന്ന് പറയുന്നത് വയ്ക്കുക, വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇനി കെട്ടിക്കേണ്ടി കൊടുക്കാൻ പറയുകയാണെങ്കിലും കെട്ടിക്കഴിയുമ്പോൾ കോൺട്രാക്ടർക്ക് അങ്ങോട്ട് കൊടുക്കാനുണ്ട്. സ്വാഭാവികമായിട്ട് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ളത് നിങ്ങൾക്ക് നമ്മുടെ ഇതിന് മുമ്പ് വീട് കെട്ടിയ ആളുകളുടെ അടുത്തൊക്കെ ചോദിച്ചാൽ അറിയാം, ഡിസ്പ്യൂട്ടുകളിലേക്ക് വരാനുള്ള സാധ്യത വളരെയധികം കയറുക. 75%-ലേറെയും കോൺട്രാക്റ്റും കൺസ്ട്രക്ഷനും ഡിസ്പ്യൂട്ടിലേക്ക് വരാനുള്ള റീസൺ ഈ പേയ്മെൻറ്റ് കുഴപ്പമാണ്. പേയ്മെൻറ്റ് അഡ്വാൻസ് കിട്ടുമ്പോൾ അതെവിടെയും മിസ് ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. ലാസ്റ്റ് കൊടുക്കാറാകുമ്പോൾ ലാസ്റ്റ് കൊടുക്കുന്ന ക്ലയൻറ്റ് അങ്ങോട്ട് കോൺട്രാക്ടർ കൊടുക്കേണ്ടി വരുമ്പോൾ വല്ല കംപ്ലൈൻറ്റുകളോ വല്ലതൊക്കെ അവിടെ കാണാം. അങ്ങനെയല്ല, അതായത് അവിടെ ഒരു എറർ ഉണ്ട് നാട്ടിൽ സാധാരണ പഴയ മെത്തേഡിൽ, ശരിയല്ലേ? അതിനെ നമ്മൾ സൂപ്പർസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ R&D ടീം ഡിസ്കസ് ചെയ്തിട്ട് ഒരു സൂപ്പർ എഫിഷ്യൻറ്റ് ഡിജിറ്റൽ സിസ്റ്റത്തിൻ്റെ അത് കൊണ്ടുവന്നുള്ളൊരു മെത്തേഡാണ്. ജസ്റ്റ് ഒരു കോഷൻ ഡെപ്പോസിറ്റ് മാത്രം കമ്പനിയിൽ വെച്ചിട്ട് അതിൻ്റെ ലൈറ്റിലായിരിക്കും POസും വർക്ക് ഓർഡേഴ്സും ഉണ്ടാകും. ആ POസും വർക്ക് ഓർഡേഴ്സും മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ട് സൈറ്റിൽ സപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ ഫോട്ടോ അടക്കം ലോഡ് ചെയ്ത് PO വന്ന് സൈറ്റ് എഞ്ചിനീയർ അപ്രൂവ് ചെയ്തതിന് ശേഷം ആണ് 24 ഹവേഴ്സിനകത്ത് ക്ലയൻറ്റ് നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യണം. ആർക്ക്? മാനുഫാക്ചറർക്ക് അല്ലെങ്കിൽ സപ്ലയർക്ക്. റൈറ്റ്? അതേപോലെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വർക്ക് കംപ്ലീഷൻ ഇട്ട് കഴിഞ്ഞാൽ ആ ക്ലയൻറ്റ് ഡയറക്റ്റ് വർക്കർക്ക് അല്ലെങ്കിൽ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ മേസ്ത്രിക്ക് പേയ്മെൻറ്റ് ഡയറക്റ്റ് ചെയ്യുക. ക്ലയൻറ്റിൻ്റെ
നമ്മുടെ ആപ്പിൽ കൂടെ ക്ലയൻറ്റ് ഡയറക്റ്റ് പേയ്മെൻറ്റ് ചെയ്യുന്നു. അത്രയും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സൂപ്പർ എഫിഷ്യൻറ്റ് സിസ്റ്റം. റൈറ്റ്, ക്ലിയർ ആയ സംഗതി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പേയ്മെൻറ്റ് കൺട്രോൾ ആരുടെ അടുത്ത് കിട്ടും? ക്ലയൻറ്റ്. എപ്പോഴെങ്കിലും അഡ്വാൻസ് അങ്ങോട്ട് ഓവർ അഡ്വാൻസ് പോയി നിൽക്കുന്നുണ്ട് ആർക്കും? ആരുടെ അടുത്തൊരു അഡ്വാൻസ് പോയി നിൽക്കുന്നില്ല. ആർക്കെങ്കിലും കൊടുക്കാനുണ്ടോ പൈസ? കൊടുക്കാനുമില്ല. 24 hours കൊണ്ട് കൊടുക്കും. അപ്പോൾ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആയിരിക്കും രണ്ട് സൈഡിൻ്റെയും. അത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഇത്ര എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ മാനുവലി ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അത് ഡിജിറ്റലി പോസിബിൾ ആവുള്ളൂ. എന്നാലും മാനുവലി ഇതേപോലെ ഈ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതേപോലെ ഹാൻഡിൽ ചെയ്ത് പോയാൽ നിങ്ങൾക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും. ക്ലിയർ ആയോ സംഗതി? അടുത്തത് അതേപോലെ തന്നെ പേയ്മെൻറ്റ് കൺട്രോൾ കഴിഞ്ഞാൽ സൂപ്പർ കൺട്രോൾ. അടുത്തത് ക്ലയൻറ്റിൻ്റെ അടുത്ത് എൻറ്റയർ കൺട്രോളാണ്. അതായത് ക്ലയൻറ്റിന് സാധാരണഗതിയിൽ ഒരു കോൺട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കോൺട്രാക്റ്റ് മറ്റേ വർക്കർ കൊടുത്തു. സ്റ്റേജ് വൈസ് 30%, 40%, 50 എത്രയോ പെർസെൻറ്റേജ് പൈസ കൊടുത്തു. അവിടെ എത്രയോ പണി നടന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഇൻ കേസ് ഇടയിലോ നിൽക്കേണ്ടി വന്നാലോ? നിൽക്കേണ്ടി വന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഹെർക്കൂലിയസാണ് ടാസ്ക്. ബിക്കോസ് അവിടെ എത്ര പണി കഴിഞ്ഞു ഒന്നും ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റില്ല. എത്ര ഏതാ സ്റ്റേജ് എന്നൊന്നും ഉണ്ടാവില്ല. ടോട്ടൽ ഒറ്റ പൈസ എല്ലാം ചെയ്ത് കഴിയാൻ ഒരു പൈസ കൊണ്ടാണ്. അതായത് ഏതെങ്കിലും ഒരു കാലത്ത് നമ്മുടെ പണി ജോലിക്ക് വല്ല തടസ്സം വരിക, വേറെ എന്തെങ്കിലും നമ്മുടെ കൺട്രോളിൽ നിന്ന് അപ്പുറത്തുള്ളൊരു പ്രോബ്ലം വന്നിട്ട് വർക്ക് നിൽക്കേണ്ടേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റേ ഈ ടോട്ടൽ ബിൽഡർ മെത്തേഡിലോ കോൺട്രാക്ട് മെത്തേഡിലോ വളരെ ഹെർക്കൂലിയസാണ് ടാസ്ക് എന്നാണ് ഞങ്ങളുടെ ടീമിന് ഞങ്ങൾ സർവേ എന്ന് ഞങ്ങൾക്ക് ബോധ്യമാണ്. അപ്പോൾ അതിനെന്താ ഒരു വഴി എന്ന് ഞങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് തീരുമാനിച്ചിട്ടാണ് ഞങ്ങളുടെ R&Dയിൽ കൂടെ കറക്റ്റായിട്ട് ഈ പേയ്മെൻറ്റ് മെത്തേഡ് ആയപ്പോൾ ഓരോ സ്റ്റേജിന് ഏത് സമയത്തും അതാ സ്റ്റേജിൻ്റെ പേയ്മെൻറ്റേ കൊടുക്കുള്ളൂ. ക്ലയൻറ്റ് കൊടുക്കുള്ളൂ. അപ്പോൾ എന്ത് ബ്ലോക്ക് ആയാലും ക്ലയൻറ്റിന് സത്യത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും വരാനില്ല. യെസ്, തീർച്ചയായിട്ടും കോൺട്രാക്ടർക്കും വർക്കർക്കും കുറച്ച് അവിടെ ബുദ്ധിമുട്ടുകൾ വരും. അതിനുള്ള ചെറിയൊരു പെയിനുള്ള എന്താ പറയുക ഒരു കോമ്പൻസേഷൻ മാത്രമേ അവിടെ ആവശ്യം വരുള്ളൂ. ഇനി റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ചെറിയ കോമ്പൻസേഷൻ, അല്ലാതെ പൈസ കോൺട്രാക്ടറിൻ്റെ പൈസ അങ്ങോട്ട് ക്ലയൻറ്റിൻ്റെ അടുത്ത് പെട്ടു എന്നോ ക്ലയൻറ്റിൻ്റെ പൈസ കോൺട്രാക്ടറിൻ്റെ അടുത്ത് പെട്ടു എന്നുള്ള അല്ലെങ്കിൽ ബിൽഡറിൻ്റെ അടുത്ത് പെട്ടു എന്നുള്ള സിറ്റുവേഷൻ ഇതിൻ്റെ അകത്ത് വരികയില്ല. ക്ലിയറായ സംഗതി. അത്രയും ഡിജിറ്റലി സൂപ്പർ എഫിഷ്യൻറ്റ് കൺട്രോൾഡ് മെക്കാനിസത്തിലാണ് പോകുന്നത്. അപ്പോൾ സൂപ്പർ എഫിഷ്യൻറ്റ് സിസ്റ്റത്തിലാണ് മാറ്റർ റൺ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും. അടുത്തത് 16ാമത്തെ പോയിൻ്റ് ആയി ഓഡിറ്റ്. ഈ കോൺട്രാക്ടറിൻ്റെ സാധാരണ മെത്തേഡിൽ കോൺട്രാക്ടർ ബിൽഡറൊക്കെ ചെയ്ത സാധനത്തിൽ എത്ര സ്വിച്ച് ഉണ്ട് എന്ന് എണ്ണാൻ പറ്റുമോ? ഒരു സ്പെസിഫിക്കേഷൻ തന്നിട്ടുണ്ടാവും. ഒരു എന്താ പറയുക സിമെൻറ്റ് ഇന്നതാ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ എത്ര സിമെൻറ്റ് യൂസ് ചെയ്തു എന്താണെന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും? നോക്കാൻ പറ്റില്ല, പ്രായോഗികമല്ല. അത്രയും ഡീപ്പ് റൂട്ടഡ് ആയിട്ട് മൈക്രോ എക്കണോമിക്സിലേക്കോ അല്ലെങ്കിൽ യൂണിറ്റ് എക്കണോമിക്സിലേക്ക് മൈക്രോ മാനേജ്മെൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. യെസ്, എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ 95% ആളുകൾക്ക് താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇത് നമ്മുടെ ഡ്രീം ഹോമാണ്. ലൈഫിൽ ഒരു പ്രാവശ്യം മറ്റേ ചെയ്യുന്ന കല്യാണങ്ങളോ അല്ലെങ്കിൽ വീട് എന്നൊക്കെ പറയുന്നത് ഇമോഷണലി വളരെ കണക്റ്റഡാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് മനസ്സിലാവണം എന്നുള്ള താല്പര്യമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ അത് മനസ്സിലാക്കുന്നത് പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് ആരും മനസ്സിലാക്കാത്തത്. ഇപ്പം നമ്മുടെ ഇത്രയും ഡിജിറ്റലായിട്ടുള്ള സിസ്റ്റം വരുമ്പോൾ നമ്മുടെ ക്ലയൻസിനൊക്കെ എല്ലാവർക്കും എല്ലാം അറിയും. എത്രയൊക്കെ സിമെൻറ്റ് വന്നു, എത്രയൊക്കെ കമ്പി വന്നു, എന്തിന് കൊടുത്തു, എങ്ങനെ എല്ലാം പ്രിൻറ്റഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റ്, പ്രിൻറ്റഡ് ആയിട്ടുള്ള വർക്ക് ഓർഡേഴ്സ്, പ്രിൻറ്റഡ് ആയിട്ടുള്ള പർച്ചേസ് ഓർഡേഴ്സ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ലെഡ്ജേഴ്സ് എല്ലാവർക്കും കയ്യിൽ കിട്ടണം ഓൺലൈൻ. അവർക്കിത് കഴിഞ്ഞാലോ വേറെ തേർഡ് പാർട്ടി ഓഡിറ്ററിനെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി പിയർ റിവ്യൂ എഞ്ചിനീയറിനെ വെച്ചിട്ട് ദേ ക്യാൻ വെരി വെൽ പിയർ റിവ്യൂ. ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ നമ്മുടെ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്ത് വളരെ ഇത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഇല്ലതാണ്. ബിക്കോസ് പിയർ റിവ്യൂ, ഓരോ വീടിൻ്റെയും പിയർ റിവ്യൂ അവർക്ക് തേർഡ് പാർട്ടി ഒരു എഞ്ചിനീയർക്ക് മാന്യമായിട്ടുള്ള അവരുടെ ഒരു ഫീസ്, ചെറിയൊരു ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എസ്റ്റിമേറ്റ് കറക്റ്റാണോ, ഈ POസും വർക്ക് ഓർഡേഴ്സും കറക്റ്റാണോ, ഇത് പ്രകാരമുള്ള മെറ്റീരിയൽ യൂസ് ചെയ്ത് മുഴുവൻ കറക്റ്റാണോ എന്നൊക്കെ പിയർ റിവ്യൂ എടുക്കാൻ പറ്റുന്ന സാഹചര്യം. റൈറ്റ്. അപ്പോൾ എത്രമാത്രം സൂപ്പർ എഫിഷ്യൻ്റ് ആവുകയാണ് ഹൗസ് മേക്കിംഗ് എന്നുള്ളത് അല്ലെങ്കിൽ ഹൗസിംഗ് എന്നുള്ളത് ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ. ഇത് ഇനി സിസ്റ്റം ഇത്ര സൂപ്പർ എഫിഷ്യൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ പറ്റില്ലെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഈ മെത്തേഡ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള 10-15 മെത്തേഡുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഒരു പരിധി വരെ ഓഡിറ്റൊക്കെ ചെയ്യാൻ പറ്റും. ഡീറ്റെയിൽ ആയിട്ടുള്ള മെറ്റീരിയൽ എസ്റ്റിമേറ്റ്, ലേബർ എസ്റ്റിമേറ്റ്, POs ഒക്കെ ഡയറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മെത്തേഡാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നത്. അടുത്ത അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള വീടുകളുടെയൊക്കെ ലൈഫ് എത്രയാണ്? 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം ഒക്കെ ആകുമ്പോഴേക്ക് ഡിമോളിഷ് ചെയ്യുക, റീകൺസ്ട്രക്റ്റ് ചെയ്യൽ പദമുണ്ട്. പക്ഷേ 100 കൊല്ലം ആണ്, എറൗണ്ട് 100 കൊല്ലമാണ് ഗൂഗിളിൽ നിന്ന് നമുക്കറിയാം കോൺക്രീറ്റ് വീടുകളുടെ ലൈഫ്. ഇതെന്താ കിട്ടാത്തത്? ഒരു സംശയം വേണ്ട സാറേ, അല്ല മാഡം, ഇത് കളവും ചതിയും ഇതിൻ്റെ അകത്ത് നിറയുന്നുണ്ട്. എന്താണോ സ്റ്റാൻഡേർഡ്സ് പറയുന്നത് അതുപോലുള്ള ഡിസൈൻസ് അല്ല റീഇൻഫോഴ്സ് ചെയ്യുന്നത്, അതുപോലുള്ള തിക്നെസ് ഒന്നും അല്ല കോൺക്രീറ്റും ബാക്കിയുള്ളതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അങ്ങനെ ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ സാധാരണ മെത്തേഡിലുള്ള ഓപ്പറേഷൻസും ബിൽഡിങ്സിൻ്റെയും കാരണം കൊണ്ട് അവിടെ ആ സൂപ്പർ എഫിഷ്യൻസി വർക്ക് ചെയ്യാത്തത് കൊണ്ട്
അവിടെ ക്വാളിറ്റിയിൽ പല സ്ഥലങ്ങളിലും പോരായ്മകൾ വരുന്നത് കൊണ്ടാണ് ഈ ലൈഫ് കുറയുന്നതിൻ്റെ ഒരു റീസൺ ഞങ്ങളുടെ R&D സിസ്റ്റം പഠിച്ചപ്പോൾ. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് നോൺ പ്രോപ്പർ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ്. അതായത് ആദ്യത്തെ ഒരു റീസൺ സബ്സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ സംഭവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇത്ര അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലല്ലോ പഴയ മെത്തേഡ് ഈ സാധാരണ കൺവെൻഷണൽ മെത്തേഡിൽ. അതുകൊണ്ടും രണ്ടാമത്തെ ഈ സബ്സ്റ്റാൻഡേർഡ് അതായത് പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് ഇല്ലാതെ, അതായത് 1 കൊല്ലത്തിൽ ചെയ്യേണ്ട പണികൾ 3 കൊല്ലം കഴിയുമ്പോൾ ചെയ്യേണ്ട പണി, 5 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു പണികളുണ്ടല്ലോ നമുക്ക് പെയിൻ്റ് അടിക്കുക. അതൊന്നും ചെയ്യാത്തത് കൊണ്ടാണ് ഈ കാരണം കൊണ്ടാണ് ഈ 30 കൊല്ലം 50 കൊല്ലത്തിനുള്ളിൽ ഇത് പൊളിച്ചു മാറ്റേണ്ടി വരും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട്, അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് പോലെ ഇപ്പം നിങ്ങളും ഡയറക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഇത്ര വളരെ സ്ട്രോങ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്തുകൊണ്ട് കൃത്യമായി കൊണ്ട് ഇത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രെങ്ത് കിട്ടും. തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. തിക്നെസ് ഒക്കെ എന്താണ് സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് പറയുന്നത്, അതേപോലെ തിക്നെസ്സും അതേപോലെ മറ്റേ സ്റ്റീലും എല്ലാം റീൻഫോഴ്സ് ചെയ്താൽ കറക്റ്റായിട്ട് സ്ട്രെങ്ത് കിട്ടും. നമുക്ക് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി കിട്ടും. എല്ലാ കാര്യത്തിലും സ്ട്രെങ്ത് ഉണ്ടാവും. അത് നമ്മളുടെ ഈ കേസിൽ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൻ്റെ അകത്തോട് ഇത്രയും സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട്, സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആ ക്വാളിറ്റി അച്ചീവ് ചെയ്യാനുള്ള സാധ്യത താരതമ്യേന വളരെ കൂടുതലാണ്. ശരിയല്ലേ? മറ്റതും ഹ്യൂമൻലി ചെയ്യുമ്പോൾ അത് ഹെർക്കൂലിയസ് ആവും. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിജിറ്റലി ചെയ്യുമ്പോൾ അത് കുറേ കൂടി ട്രാൻസ്പെറൻറ്റും കുറേ കൂടി ഈസി ആവും. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഈ പീരിയോഡിക്കൽ മെയിൻ്റെനൻസ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 കൊല്ലത്തിൽ എന്ത് ചെയ്യണം, 3 കൊല്ലത്തിൽ എന്ത് ചെയ്യണം, 5 കൊല്ലത്തിൽ എന്ത് ചെയ്യണം എന്നൊക്കെ, ഇപ്പോൾ പെയിൻ്റ് അടിക്കണം, എങ്ങനെയാണ് മറ്റേ എന്താ പറയുക പ്ലംബിംഗ് പാർട്ടൊക്കെ ക്ലിയറിങ് എത്ര കൊല്ലം കഴിയുമ്പോൾ സർവീസ് ചെയ്യണം, അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പാർട്ട് ഏതൊക്കെ പാർട്ട് സർവീസ് ചെയ്യണം എല്ലാം ഉള്ള ഒരു ബുക്കും എല്ലാം ഇതിന് ഗ്യാരണ്ടി ഫയൽസും എല്ലാം ഉണ്ടായി അത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ഇവിടെയുള്ള വീടുകളുടെ ഹൗസിംഗ് റെവല്യൂഷൻ തന്നെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും. ഈ മെത്തേഡിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെ ഇപ്പോൾ 10-30 കൊല്ലം കഴിയുമ്പോഴേക്ക് പൊളിച്ചു മാറ്റുന്ന വീടുകളൊക്കെ 10-100 കൊല്ലത്തേക്ക് നിൽക്കാനും വളരെ ക്വാളിറ്റിയുള്ള, ഇതിൻ്റെ അർത്ഥം ലക്ഷറി അല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ലക്ഷറി അല്ല പറയുന്നത്, ഉള്ളത് വളരെ സ്റ്റാൻഡേർഡായിട്ട് കളവും ചതിയും ഇല്ലാതെ കമ്മീഷനും കളവൊന്നും ഇല്ലാതെ വൃത്തിയായിക്കൊണ്ട് നടത്തിയെടുക്കുക എന്നുള്ള മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എങ്ങനെയാണ് ഈ സിറ്റി ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ 10% സേവ് ചെയ്തുകൊണ്ട് ക്വാളിറ്റിയുള്ള വീടുകൾ, കാല് തുടയ്ക്കുന്ന ചവിട്ടി മുതൽ തിരുമ്പണ കല്ല് മുതൽ പ്രെയർ റൂം വരെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ 10%ഓളം സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ലോജിക്ക് വളരെ സിമ്പിളാണ്. വലിയ വോള്യൂംസ് ഉള്ളതുകൊണ്ട് 5 മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഓഫർ ചെയ്യണം ഏഷ്യൻ പെയിൻറ്റ്സ് മുതൽ ഗോദ്രേജ് പോലുള്ള കമ്പനികളും കൺസൾട്ടൻസ് വർക്കേഴ്സും ഒക്കെ. അത് നേരിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ക്ലയൻസിന് കൊടുക്കുമ്പോൾ വെരി സിമ്പിൾ 10%ഓളം സേവ് ചെയ്തിട്ട് അവർക്ക് അവരുടെ വീട് ഐദർ അവരുടെ പ്ലോട്ടിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ നിന്ന് പ്ലോട്ടുമായിട്ടോ ബിൽഡ് ചെയ്യുക. ദിസ് ഈസ് ഓൾ ദ ലോജിക് ഈസ് ഓൾ അബൌട്ട്. ഇത് മനസ്സിലാക്കിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഇതിനുള്ള കുറച്ച് ശ്രമ വേണം, കുറച്ച് ആ സിസ്റ്റം സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ആ ഒരു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വാട്ട് എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ ഡൂയിങ് സംതിങ് തന്നെയാണ്, ഡൂയിങ് എനിത്തിങ് അല്ല. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ ഈ ഔട്ട്പുട്ട് ഞങ്ങൾ പറഞ്ഞ ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യത ഇല്ലേ ലോജിക്കലും ചിന്തിച്ച് നോക്കി. അല്ലെങ്കിൽ ഞങ്ങൾ റോക്കറ്റ് സയൻസ് എന്നല്ലല്ലോ പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്ത് നിങ്ങളുടെ വീടുകൾ കെട്ടാൻ കഴിയണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ജിയോഗ്രഫിക്കൽ ലിമിറ്റേഷൻസിൻ്റെ അപ്പുറത്ത് സ്കെയിൽ ചെയ്യുന്നുണ്ട്. സ്കെയിൽ ചെയ്യുമ്പോൾ എവരിബഡി ക്യാൻ യൂസ് ഈ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ ഇന്ന് ഗ്രേ ആയിട്ട് കിടക്കുന്ന ഈ കമ്മീഷൻസും ഇത്തരത്തിലുള്ള കളവും ചതിയൊക്കെയുള്ള ഈ ഇൻഡസ്ട്രിയെ തന്നെ റീഡിഫൈൻ ചെയ്തിട്ട് വളരെ സത്യസന്ധമായിട്ടുള്ള, വളരെ വളരെ വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിക്കൊണ്ട് റീഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് ഞങ്ങൾക്ക് പറ്റാവുന്ന ഇൻഫർമേഷനൊക്കെ തരണം. ഞങ്ങൾക്ക് എല്ലാവിധ കോപ്പറേഷൻ നിങ്ങളുടെ എല്ലാവരും ഉണ്ടാവുമെന്നും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ കുറേ ഷോർട്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാത് ഏരിയകളിലെ ബാംഗ്ലൂർ ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇനിയും അപ്പുറത്തേക്ക് കുറേ സ്റ്റോറികളുണ്ട് ഞങ്ങൾക്ക് പറയാൻ. ബിക്കോസ് ഓരോ ക്ലയൻസ് ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ക്ലയൻസിന് ലോൺ കിട്ടാണ്ടും ആ ക്ലയൻസിന് എങ്ങനെ വീട് കിട്ടുക എന്ന് പറയുന്നത്. ബിക്കോസ് ഇതൊരിക്കലും ഒരു ആമസോണോ ഫ്ലിപ്കാർട്ടിലോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന പോലെ ദിവസം വേറെ പുതിയ ലൈനിൽ കൂടെ വാങ്ങിച്ച് ചെയ്യാൻ പറ്റുന്നൊരു പണിയല്ലല്ലോ ഇത് വൺസ് ഇൻ ലൈഫ് ടൈം ആണല്ലോ നമ്മൾ ചെയ്യുക വീടൊക്കെ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഈ വർക്ക് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ പോലുള്ള ആളുകൾ ഇതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ഓരോ ആളുകൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇതിൽ ലിമിറ്റേഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് എന്നാലും അവർക്ക് പറ്റാവുന്ന ഗൈഡൻസ് കൊടുത്ത് അവരെയൊക്കെ ഒപ്പം നിർത്തി എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സത്യസന്ധമായിട്ടൊരു കുടുംബം പോലെ, ഇത് കുടുംബമാണ്. ഇമോഷണലി വീടുകൾ ഉണ്ടാക്കിയെടുക്കുക കുടുംബപരമായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതിൻ്റെ ഇമോഷണൽ ടച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. താങ്ക് യു സോ മച്ച്.